ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻഡ് സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ലഹരിയെക്കുറിച്ചാണ്. മദ്യം, മയക്കുമരുന്ന്, കുറ്റകൃത്യങ്ങൾ, ഇതെങ്ങനെയെല്ലാം പരിഹരിക്കാം, ലഹരിയിൽ നിന്നും എങ്ങനെയെല്ലാം നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഒരുപോലെ കേട്ടുവരുന്ന കാര്യങ്ങളാണ്. മദ്യപിച്ച് വന്ന് ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടി, ആരും അറിയാതെ കുഴിച്ചു മൂടി, പിന്നീട് അത് ബോധാവസ്ഥയിലേക്ക് വരുമ്പോൾ നല്ല കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്തത്തിലെ ആൽക്കഹോള് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്കറിയുന്നില്ല. മദ്യപിച്ച് വന്നിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് അറിയുന്നില്ല. ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള ആകെയുള്ള പ്രശ്നമാണ് അവർ ആ ഒരു സമയത്ത് അവരെന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. അവരോടൊപ്പം നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് ആ ഒരു ടൈമിൽ സംസാരിക്കുന്ന ടൈമിൽ അവരോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ നമ്മൾ എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടത്തിലായിരിക്കും അവർ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടാവുക. മദ്യം, പുക, മയക്കുമരുന്ന്, ഇവയെല്ലാം നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിന് അത് ഒഴിവാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ലഹരി ശീലം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനം, ആരോഗ്യം, ഭാവി ഇവയെല്ലാം നശിപ്പിക്കും, ഇവയെല്ലാം കേടാക്കും. നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോവാനോ അല്ലെങ്കിൽ നേർവഴിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനോ ഒരിക്കലും നമുക്ക് കഴിയില്ല. ഈ ലഹരി നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ അതിൽ നിന്നും ദൂരെ നിൽക്കണം, ഒഴിഞ്ഞു മാറി നിൽക്കണം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ലഹരിക്ക് അടിമപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും. കുറച്ചല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ലഹരിക്ക് അടിമപ്പെട്ട് വളർന്നു വരികയാണ്. ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികൾ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത്, പെൺകുട്ടികളും ലഹരി ഉപയോഗിച്ച് അതിനെ അടിമപ്പെട്ടിട്ട് വരുന്നവരാണ്. ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അറിയില്ല ഒരിക്കലും ഇവർ ചെയ്തു കൂട്ടുന്നത് എന്താണ് എന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് നമ്മളെടുത്ത് സംസാരിക്കുന്ന ടൈമിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജ് ലൈഫിലോ വന്ന ടൈമിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും, അല്ലേ? നമ്മളടുത്ത് ഇരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മളടുത്ത് ഇരിക്കുന്ന കുട്ടി നമുക്കൊന്നും അവരുടെ ക്യാരക്ടർ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാവില്ല. നമ്മൾ അവരുടെ സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് നമ്മൾ അവരെ അത്രയും നല്ല ആളാണ്, എനിക്ക് എന്തുകൊണ്ടും എനിക്കൊരു നല്ലൊരു ഫ്രണ്ടാണ്, എന്തുകൊണ്ടും എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇവൻ തന്നെ മതി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുക. ഡെയിലി ലൈഫിൽ നമ്മൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഫ്രണ്ടിനെ. നമ്മൾ കോളേജിലായാലും സ്കൂളിലായാലും നമ്മളടുത്തായിരിക്കുന്നത്, നമ്മളുടെ കൂടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഫ്രണ്ടിന്റെ ക്യാരക്ടർ മനസ്സിലാവുന്നുണ്ടാവുക. അതുവരെ നമുക്കറിയില്ല ഇവൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവൻ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ അത് തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോവുക. അവൻ ശരിയാണ്, അവൻ നല്ല ആളാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവന് ഒരു ദിവസം നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു ദിവസം മദ്യപിക്കുകയും അല്ലെങ്കിൽ പുക വലിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ടൈമിൽ നിങ്ങളോട് അവൻ ചോദിക്കുകയാണ്, നീ ഇതൊന്ന് കുടിച്ചു നോക്ക്, അല്ലെങ്കിൽ നീ ഇതൊന്ന് വലിച്ചു നോക്ക്, നീ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയെന്ന് അവൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവന് പറയുന്നത് കേൾക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൻ പറയുന്നത് പോലെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒഴിവാക്കും, അതായത് അവൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും എന്നെ ഒഴിവാക്കും, അവൻ എന്നോട് ദേഷ്യപ്പെടും, അവൻക്ക് എന്നോട് പിന്നെ ജീവിതകാലം മുഴുവൻ ദേഷ്യമായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിപ്പോവും. അവൻ എന്നെ വെറുത്തു പോകും, അവന് പിന്നെ എൻ്റെ അടുത്ത് ഇരിക്കില്ല, കൂട്ടുകെട്ട് അവനെ അവസാനിപ്പിക്കും എന്നൊക്കെ നിങ്ങൾക്കങ്ങനെ തോന്നിപ്പോകും. അങ്ങനെ തോന്നിപ്പോകുമ്പോൾ നിങ്ങൾ അവന് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ശരി എന്നാൽ ഞാൻ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പിന്നെ നശിച്ചു പോകും. ഒരിക്കലും നിങ്ങളുടെ ജീവിതം പിന്നെ നല്ല വഴിയിലൂടെ എന്തായാലും നിങ്ങൾ കടന്നു പോകില്ല. നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട സ്റ്റേജിലൂടെ ആയിരിക്കും പിന്നീട് നിങ്ങൾ കടന്നു പോവുക. നിങ്ങളുടെ ഭാവി നശിച്ചു പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോ പറയാൻ കഴിയണം.
ആ നോ പറയാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ ജീവിത വിജയം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ അവൻ പറയുന്നത് കേട്ടിട്ട് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിക്കുന്നതിലോ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അത്രയും മോശപ്പെട്ടൊരു ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ നല്ല നല്ല ക്യാരക്ടർ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഒറ്റൊരു കൂട്ടുകെട്ട് കാരണം നിങ്ങളെ ജീവിത തലവിധിയെ മാറ്റിമറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ എങ്ങനെ വളരേണ്ട ആളാണ്, അതുപോലെ തന്നെ എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷേ നിങ്ങളടുത്ത് അവര് ഇതൊന്നും ഉപയോഗിച്ച് നോക്കിയെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നോ പറയാൻ കഴിയണം. അവിടെയാണ് വിജയം. നിങ്ങളുടെ കുട്ടി ദുശീലത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഒരു ദുശീലത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ചില രക്ഷിതാക്കൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടി എങ്ങനെ ഈ ഒരു ദുശീലത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഒന്നാണ്, അവർക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവുണ്ടാവും. അവര് മുൻപ് പഠിച്ചിരുന്ന കാര്യങ്ങൾ നല്ല പഠിച്ചിരുന്ന ആൾക്കാരായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ പഠനത്തിൽ നല്ല ബാക്കിലോട്ടാണ്, ഒന്നും പഠിക്കുന്നില്ല. ആദ്യം ഹോംവർക്കൊക്കെ വീട്ടിൽ വന്ന് ചെയ്തിരുന്നു, ഇപ്പൊ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അഴുക്കായിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പൊ നമ്മൾ നല്ല ചളിയുള്ള വസ്ത്രമായിരിക്കും, അത് നമ്മൾ തിരുമ്പിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ ഇവരത് തിരുമ്പാതെ തന്നെ ചളിയായിട്ടുള്ള വസ്ത്രം അത് പിന്നീട് തന്നെ ഒരാഴ്ചയോളം അത് തന്നെ ഇട്ടിട്ട് സ്കൂളിലോ കോളേജിലോ ഒക്കെ എവിടേക്കെങ്കിലും പുറത്തു പോകുമ്പോൾ അത് തന്നെ ഇടുക. അതുപോലെ തന്നെ മുമ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നില്ല, നല്ല മടി തോന്നുക. അതുപോലെ തന്നെ പ്രസരിപ്പ് ഇല്ലാതാക്കും. പെട്ടെന്ന് തന്നെ രക്ഷിതാക്കളോട് പണം ചോദിക്കും. എന്താണ് ആവശ്യമെന്ന് രക്ഷിതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് തട്ടിക്കേറും. അതൊന്നും നിങ്ങൾ അറിയണ്ട, അതെന്റെ കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ പോകും പൈസ വാങ്ങിയിട്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുൻപ് നല്ല വാക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ആളുടെ ക്യാരക്ടർ ആകെ മാറിപ്പോയി. അതായത് ഇപ്പൊ മോശപ്പെട്ട വാക്കുകൾ, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നു. ആദ്യം നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ക്ഷമ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു കാര്യത്തിലും ക്ഷമയില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുക, രക്ഷിതാക്കളോടായാലും ഫ്രണ്ട്സുകളോടായാലും സമൂഹത്തിലായാലും ആരോടായാലും പെട്ടെന്ന് ദേഷ്യപ്പെട്ട അനാവശ്യ വാക്കുകൾ പറയുക. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, അസ്വസ്ഥത, ഇതൊക്കെ ഈ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആദ്യം, അതായത് ഈ ദുശീലങ്ങളുള്ള ആളുകളിൽ ആദ്യം എപ്പോഴും മൃഗങ്ങളോട് നല്ല സ്നേഹവും നല്ല നല്ല അടിപൊളിയായിട്ട് മൃഗങ്ങളെ നോക്കുകയും നല്ല വീട്ടിലുണ്ടാവുന്ന മൃഗങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുകയും അവരെ താലോലിക്കുകയും ഒക്കെ ചെയ്യാണ്. പക്ഷെ ഇപ്പോ ഈ ദുശീലങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം അവരുടെ അടുത്ത് ആകെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചവിട്ടുകയും അവരെ തല്ലി ഓടിക്കുകയും മൃഗങ്ങളെ തല്ലി ഓടിക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ വസ്ത്രങ്ങളിൽ നിന്ന് അതായത് ഒരു വൃത്തികെട്ട സ്മെല്ലും കാര്യങ്ങളൊക്കെ വസ്ത്രങ്ങളിൽ നിന്നും വരിക. ആദ്യം ആൾക്ക് ആ വസ്ത്രങ്ങളിൽ സ്പ്രേ അടിച്ചിട്ടും നല്ല എപ്പോഴും അയൺ ചെയ്തിട്ടും നല്ല വൃത്തിയിൽ നോക്കിയിരുന്ന ആളായിരുന്നു. പിന്നീട് അയാൾക്ക് ആ വസ്ത്രം ഭയങ്കര വൃത്തികെട്ട സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് അയാൾ ഈ ദുശീലയിൽ ഏർപ്പെട്ടതിന് ശേഷം അയാളെ കാര്യം തന്നെ ശ്രദ്ധിക്കുന്നില്ല, അയാൾ വേറെ എന്തെല്ലോ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഇവരുടെ കാര്യങ്ങൾ നോക്കണ്ട, ഇവർക്ക് ലഹരി മതി എന്നുള്ള ചിന്തയിലേക്ക് അവർ മാറിപ്പോയത് കൊണ്ടാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബന്ധുക്കളെ ഒഴിവാക്കുക. കോളും കാര്യങ്ങളൊക്കെ അർജന്റായിട്ട് കോളും കാര്യങ്ങളും വരികയാണെങ്കിൽ അതൊന്നും എടുക്കാതിരിക്കുക. ആദ്യമൊക്കെ എപ്പോഴും ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് സംസാരിച്ചിരുന്ന ആളായിരുന്നു, ഇപ്പോൾ ആരുടെ കോള് വന്നാലും എടുക്കാതിരിക്കുക. ബന്ധുക്കളെയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. രക്ഷിതാക്കളുടെ തുടർച്ചയായി ചൂടായി കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ രക്ഷിതാവ് നമുക്ക് ഫുഡ് തരുന്ന ടൈമില് നമ്മള് ആദ്യമൊക്കെ നല്ല രസത്തിൽ കഴിച്ചിരുന്നു. ഇപ്പോ മാതാപിതാക്കളുടെ കൂടെ ഇരുന്നിട്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്ന സമയത്ത് മാതാവ് ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്ത്
കറിയിൽ ഉപ്പില്ല, ഉപ്പേരിയിൽ ഉപ്പില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുഡ് വലിച്ചെറിയുക, ഗ്ലാസ് വലിച്ചെറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവർക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാത്ത സ്റ്റേജിലേക്ക് അവർ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെയാണ് ദുശീലങ്ങളിൽ ഏർപ്പെട്ട കുട്ടികളിൽ ഉണ്ടാവുന്ന കുറച്ച് ലക്ഷണങ്ങൾ. ഇതെല്ലാം രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടി ലഹരിയിലേക്ക് പോകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ലഹരി എങ്ങനെ തടയാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സമൂഹത്തില് അക്രമം, കൊലപാതകം, പീഡനം, ഭയം ഇവയെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പലപ്പോഴും ലഹരിക്ക് അടിമപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ ന്യൂസിലും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് ഒരുപാട് പീഡന കേസുകളും കൊലപാതകങ്ങളും എല്ലാ കാര്യങ്ങളും അക്രമങ്ങളും എല്ലാ കാര്യങ്ങളും വരികയാണ്. ഇത് പലപ്പോഴും ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇന്നും നമ്മൾ ന്യൂസിൽ ഏതെങ്കിലും ഒരു ന്യൂസിൽ എന്താണെങ്കിലും പീഡനത്തിൽ ഏർപ്പെട്ടിട്ട് ഒരാളെ കൊന്നു കളഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടാണ്. ലഹരി ഒരാളെ ചിന്തിക്കാനാവാത്ത കുറ്റങ്ങളിലേക്ക് നയിക്കും. സമൂഹത്തിനും കുടുംബത്തിനും വലിയ നഷ്ടമുണ്ടാക്കും ലഹരി. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനെതിരെ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളെ ലഹരിയിൽ നിന്നും രക്ഷിക്കണം. അതുപോലെ തന്നെ നല്ലത് ചിന്തിക്കാനും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനും അവരെ വളർത്തണം. ലഹരി ഉപയോഗിക്കാതിരിക്കാന് വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധ തുടങ്ങണം. എപ്പോഴും കുട്ടികളോട് സംസാരിക്കുക. അവരോട് മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ സംസാരിക്കുക. അവർ പറയുന്നതും നിങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഉത്കണ്ഠ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക. കുട്ടികൾക്ക് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കളി, കല, കായിക ഇവയെല്ലാം അവരിൽ വളർത്തിയെടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അതുപോലെ തന്നെ അവരുടെ മാനസിക പ്രശ്നങ്ങളും കേൾക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാവണം. അവർക്ക് എന്ത് മാനസിക പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം കേൾക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാവണം. സമൂഹം മുഴുവൻ ചേർന്നിട്ട് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാം. അവർക്ക് ഒരു നല്ലൊരു ഭാവി നമുക്ക് ഉറപ്പുവരുത്താം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ തീർച്ചയായിട്ടും മാറും. നിങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കൂട്ടുകെട്ട് നല്ലതാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാർ എങ്ങനെയാണ്, അവരെന്താണ്, ഏതാന്നുള്ളതൊക്കെ രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അത് നല്ല കൂട്ടുകാരാണോ നല്ല കൂട്ടുകെട്ടാണോ എന്ന് മനസ്സിലാക്കി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഇപ്പൊ വലിയവർ തന്നെ കുട്ടികൾക്ക് മാതൃകയാവണം. ഇപ്പോൾ വലിയവർ തന്നെ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും അതൊന്നും മാറാൻ ചാൻസ് ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളാദ്യം അവർക്ക് നേർവഴിയാവണം. അതായത് നിങ്ങളെ കണ്ടിട്ടാണ് വളരുന്നത്. അപ്പൊ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങളെ വേണം നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ. നിങ്ങൾ തന്നെ അവർക്കൊരു നല്ലൊരു രക്ഷിതാക്കളാവാൻ നിങ്ങൾ തന്നെ ഒരു കാരണമാവണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഹരിയുടെ ദോഷങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് ഉപയോഗിച്ചാൽ എത്രത്തോളം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഭാവി ഈ ലഹരി കാരണമാണ് നശിച്ചു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഒരു മകന്, അതായത് നിങ്ങളുടെ മകന് ഇപ്പോൾ ഒരു 16 വയസ്സാണ്. അവൻ മദ്യപിച്ച് വീട്ടിൽ വന്നു. 16 വയസ്സുകാരനായ ഒരു കുട്ടി മദ്യപിച്ച് വീട്ടിൽ വന്നു. അപ്പൊ നിങ്ങൾ രക്ഷിതാവ് അപ്പൊ തന്നെ അവനോട് ചൂടായി അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയാണ്. നിങ്ങൾ അവന് ആ ഒരു ലഹരിയിൽ നിന്നും അവൻ വേർപെട്ട് നല്ലൊരാളായി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ മകൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവൻ്റെ അടുത്ത് ആ ഒരു സമയത്ത് അവൻ്റെ രക്തത്തിൽ കൗമാരക്കാരുടെ രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മക്കൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, നിർഭാഗ്യവശാൽ നിങ്ങളുടെ മക്കൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനോട് ആ ഒരു സമയത്ത്, ആ ഒരു ലഹരി ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവനോട് ചൂടാവാതെ ദേഷ്യപ്പെടാതെ സ്വബോധത്തിൽ വരുമ്പോൾ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ്
ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ ലഹരിയുടെ ദോഷങ്ങൾ, ദുരന്തങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കണം. പക്ഷെ അവനിക്കത് മനസ്സിലാവരുത് അവനെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ അവനിക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ നിങ്ങൾ അവനോട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ അവനിക്ക് നല്ല കാര്യങ്ങൾ, ഇതിൻ്റെ ദോഷങ്ങൾ എന്താന്നുള്ളത് പറഞ്ഞു കൊടുത്ത് നല്ല കാര്യങ്ങൾ, ജീവിതം എങ്ങനെയായിരിക്കണം, ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവനൊരു ചെറു ഉപദേശം പോലെ അവനക്ക് പറഞ്ഞു കൊടുക്കുക. അവൻ്റെ നല്ല ഭാവിയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക. അവൻ്റെ അടുത്ത് നിങ്ങൾ പറയണം, കുറ്റപ്പെടുത്തി സംസാരിക്കാതെ നിങ്ങൾ അവൻ്റെ അടുത്ത് പറയണം, നീ മികച്ചവനാണ്, നീ നല്ലൊരു മകനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അവനക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നിങ്ങളുടെ മകന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനക്ക് അതിന് പതിയെ പതിയെ ഒഴിഞ്ഞു പോരാൻ കഴിയും. നിങ്ങൾ രക്ഷിതാവ് തന്നെ അവൻ്റെ അടുത്ത് പറയണം, ഞാൻ നിന്റെ അമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛനാണ്, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കണം. നിനക്ക് വലുത് നിന്റെ കൂട്ടുകാരല്ല, ഞങ്ങൾ മാത്രമേ നിന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. കൂട്ടുകാർ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകില്ല. അത് നീ ആദ്യം ചിന്തിക്കണമെന്ന് നിങ്ങൾ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അവനക്ക് നല്ല കാര്യങ്ങൾ എന്നും അവൻ്റെ മനസ്സിലേക്ക് ഒരു ലക്ഷ്യബോധം നിങ്ങൾ എല്ലാ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതാകുമ്പോൾ അവനക്ക് ആ ഒരു ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും അതുപോലെ അവൻ ചെയ്യുന്ന ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവനക്ക് വിട്ടുപോരാൻ കഴിയും. അതുപോലെ തന്നെ ഇനി അഥവാ നിങ്ങളുടെ മകൻ അതിൽ നിന്നും ഊരി പോരാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് വരിക. കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മകൻ മാറും. നിങ്ങളുടെ മകനോ മകളോ ആരായാലും മാറും. അവനക്ക് ഡോക്ടറിൻ്റെ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ മാറും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് അവന് നേരാവുന്നില്ല, അവൻ പഴയതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് വരിക. കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മകനോ മകളോ ആരായാലും അവരുടെ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കൂട്ടുകെട്ട് എത്രത്തോളം ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ മക്കളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഡെയിലി ലൈഫിൽ നിങ്ങളിപ്പോൾ മക്കൾക്ക് നേർവഴി കാട്ടിക്കൊടുക്കുക. അധ്യാപകരും രക്ഷിതാക്കളുമാണ് കുട്ടികൾക്ക് നേർവഴി കാട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വഴക്ക് കൂടുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് ടെൻഷനും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. ആ ഒരു ഡിപ്രഷനും ടെൻഷനും വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അവരവരുടെ കൂട്ടുകാരോടൊപ്പം പോയിട്ട് പിന്നെ മദ്യപിക്കാനും പുകവലിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത്, വഴക്ക് കൂടരുത്, ദേഷ്യപ്പെടരുത്. ആ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ ലഹരിയെ കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ കുറച്ച് പരിഹാരങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെയോ ഇത് ഉപയോഗിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് ഈ ഒരു കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ എന്നും ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല മാറ്റം ഉണ്ടാവും. ഇത് കുറേ മുമ്പ് തന്നെ ശീലിച്ച് വന്ന ആളാണെങ്കിൽ, ഈ ദുശീലം ശീലിച്ച് വന്ന ആളാണെന്നുണ്ടെങ്കിൽ പതുക്കെ ജീവിതത്തിൽ നിന്നും അതെടുത്തു കളയുക. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ പരിഹാരങ്ങൾ ഏതെങ്കിലും ഒന്ന് ആദ്യത്തെ ദിവസം ചെയ്തിട്ട് പിന്നീടും രണ്ടാമത്തെ പരിഹാരം അങ്ങനെ എല്ലാ ദിവസവും ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നല്ലൊരു ഭാവി ഉണ്ടാവും. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.